നല്ല പടമായിരുന്നു. അഭിനയം സൂപ്പർ. ധ്യാൻ ശ്രീനിവാസന്റെ നല്ലൊരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം സിനിമയുടെ സബ്ജക്റ്റ് വളരെ ഈ കാലഘട്ടത്തിന് യോജിച്ച സബ്ജക്റ്റാണ്. നമ്മൾ യൂട്യൂബിൻ്റെ പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യത്തെ സിനിമയായ ID The Fake എന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അരുസ് യുവലാസം സംവിധാനം ചെയ്ത ഈ പടത്തിൽ ധ്യാൻ ശ്രീനിവാസന് പുറമെ ജോണി ആൻ്റണി, ദിവ്യ പിള്ളൈ, ഷാജോൺ എന്നിവർ അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പുതുമുഖങ്ങളും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ID The Fake എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം. നിങ്ങളും ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ID The Fake എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം. ബാ, നല്ല പടമായിരുന്നു. അഭിനയം സൂപ്പർ. എല്ലാവർക്കും കണ്ടിരിക്കാം. അതെ, ഈ സമൂഹത്തിൽ നടക്കണ മൊത്തത്തിൽ നമുക്ക് കണ്ടിരിക്കാം, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ധ്യാൻ ചേട്ടൻ്റെ ഒരു എല്ലാവരും കാണണം. ഇപ്പോൾ ഇറങ്ങുന്ന പടത്തിനേക്കാളും ഇച്ചിരി വ്യത്യസ്തമായ ഒരു സ്റ്റോറി. അതെങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കാം എന്നുള്ളതിൻ്റെ ഒരു വേറൊരു വേഷനും കൂടെയാണ്. നല്ല പടം കേട്ടോ, നല്ല പടം, എല്ലാവരും കാണേണ്ട ഒരു ID സിനിമ, അതായത് ധ്യാൻ ശ്രീനിവാസന്റെ നല്ലൊരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അടുപ്പിച്ച് കുറേ പടങ്ങൾ പുള്ളിയുടെ ഒരു പരാജയ പടങ്ങളാണല്ലോ. അതായത് പുള്ളീനെ ഇപ്പോൾ ബോംബ് സ്റ്റാർ എന്ന് വരെ വിളിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയായിട്ട് ഈ പടത്തിന് വേണമെങ്കിൽ എടുക്കാം. കാരണം നല്ലൊരു ത്രില്ലർ പടമാണ്. അത് മാത്രമല്ല നമുക്ക് ഈ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാം. അപ്പോൾ അതിൽ വന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് റിലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ത്രില്ലറായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നു. എന്തായാലും കൊള്ളാം. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആൻഡ് ഒരു സോഷ്യൽ ഇഷ്യൂ ആണല്ലോ നമ്മൾ സംസാരിച്ചേക്കുന്നത്. ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തേക്കുന്നത്. ഹാപ്പിയാണ്. എനിവേ ഇറ്റ്സ് എ ഫാമിലി വാച്ച്. ആർക്ക് വേണമെങ്കിലും എല്ലാ ഫാമിലിക്കും വന്ന് കാണാം. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് സംസാരിച്ച് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വരണം, ID The Fake കാണണം. താങ്ക് യു. അത് അതായത് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുമെന്നൊരു തോന്നലുണ്ടായി. ആൻഡ് ദെൻ ഹോപ്പ്ഫുള്ളി ഇറ്റ് വെൻ ഗുഡ്. എനിവേ താങ്ക് യു. ID ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല മൂവിയായിരുന്നു. അങ്ങനെ വലിയ ഹോപ്പൊന്നുമില്ലാതെ കയറി, പക്ഷേ മൂവി നല്ലതായിരുന്നു. സോഷ്യലി റെലവൻ്റായ സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് കേട്ടേക്കുന്ന സബ്ജക്റ്റാണ്. പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്തു. എങ്ങനെ തിരിച്ചൊരാൾക്ക് പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ, അതായത് സോഷ്യലി ഇപ്പോൾ നമ്മളെ പറയുക ഹരാസ് ചെയ്യണമായാലും അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് അത് നമുക്ക് ചെയ്തതിന് തിരിച്ചു കൊടുക്കുമ്പോൾ, എന്നാൽ അത് വലിയ വയലൻസോ അങ്ങനെ രീതിയിലല്ല, ഒരു നൈസായിട്ടുള്ള ഒരു മോക്കിംഗ് രീതിയിൽ അവനും കൂടി ഫീൽ ആവുന്ന രീതിയിൽ ആ ക്ലൈമാക്സ് നല്ലതായിരുന്നു. ഞാൻ വിചാരിച്ചത് എങ്ങനെ കൊണ്ടേ അവസാനിപ്പിക്കും, കാരണം നമ്മൾ ഒരുപാട് കേട്ട കഥകളാണല്ലോ ഒന്ന്. പക്ഷേ നല്ല രീതിയിൽ ഒരു ഡീസൻറ്റ് വാച്ചായിരുന്നു ID മൂവി. ധ്യാൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. ഒരു കൊച്ചു പടമാണ്, ചെറിയ തീമാണ്, പക്ഷേ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്കൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഫീൽ ഇല്ല, കാരണം ഒരു ഡീസൻ്റ് വാച്ചായിരുന്നു. ഈവൻ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം സ്മൂത്തായിരുന്നു. നമുക്കതിനെ കല്ലടിയായിട്ടോ അങ്ങനെ ഒരു സിമ്പിൾ തോന്നിയില്ല. പിന്നെ BGM മ്യൂസിക്കൊക്കെ അത്യാവശ്യം നൈസായിരുന്നു, പാട്ടും കൊള്ളായിരുന്നു. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യൂട്ട് മൂവി വിത്ത് എ സോഷ്യലി റെലവൻറ്റ് മെസ്സേജ്. ദാറ്റ് വാസ് ഗുഡ്. വർഷത്തിൽ നമുക്കറിയാം ഏറ്റവും അധികം മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ഇപ്പം പലരും പറയണ്ട പുള്ളി ഒരു ബോംബ് പടങ്ങളായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ സിനിമയുടെ സബ്ജക്റ്റ് വളരെ ഈ കാലഘട്ടത്തിന് യോജിച്ച സബ്ജക്റ്റാണ്. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന, ഫേസ്ബുക്ക്, വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരിക്കലെങ്കിലും ഇതുവഴി ഒന്ന് പാസ് ചെയ്യാത്ത ഈ സിനിമ പറയുന്ന സബ്ജക്റ്റിലൂടെ കടന്നുപോയ ആൾക്കാരുണ്ടാവും. അപ്പം അതിനകത്ത് പറയുന്ന ഒരു മെസ്സേജും അതാണ്. നമ്മുടെ അറിയുന്നവർക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ പെയിൻ അറിയുക. അപ്പോൾ ഈ ഒരു സോഷ്യലി റെലവൻ്റ് ആയ ഒരു സബ്ജക്റ്റ് രസകരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഒരു പുതുമുഖ ടീമാണ് ഇതിന് പുറകിൽ. അപ്പോൾ അവരുടെ കഥാ സംവിധാനം, ആ ആർട്ട് വർക്ക് എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ഒരു സിനിമാറ്റിക് ഫീല് തരുന്ന രീതിയിൽ പല വലിയ പറഞ്ഞു വരുന്ന പടങ്ങൾക്കും ആ ഫീല് തരാത്തിടത്ത് ഇതിൻ്റെ സബ്ജക്റ്റ് ഒരു നല്ല ഫ്രഷ് ഫീല് കേട്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിലും പുതിയ രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനേതാക്കളുടെ പെർഫോമൻസും ധ്യാനും ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഫാമിലിക്കൊക്കെ, പക്ഷേ ഫാമിലിക്ക് നല്ല യുവാക്കൾക്കും ഇത് ചിന്തിപ്പിക്കാവുന്ന കാര്യമാണ്. നമ്മളൊന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എത്ര പേരെ ബാധിക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു നല്ലൊരു മെസ്സേജ് അത് സിനിമാറ്റിക്കായിട്ട് നല്ല രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടമായത് ക്ലൈമാക്സിലേക്ക് ഈ തിരിച്ച് പണി കൊടുക്കുന്ന, നമുക്ക് സ്വന്തമായിട്ട് ഈ പണി വരുമ്പോഴുള്ള നമ്മുടെ ഒരു നാണക്കേടും വേദനയും അത് എത്രയോ പേർക്ക് വരുത്തുമ്പോൾ നമുക്കൊരു സന്തോഷവും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഒരു നല്ല സബ്ജക്റ്റ് എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസിനൊക്കെ ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ യൂത്തും കണ്ടിരിക്കേണ്ട ഒരു മെസ്സേജ് ഉള്ളൊരു ചിത്രമാണ്. ID ഒരു നല്ല സിനിമയായിട്ട്, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.